ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രദ്ധ സർക്കിൾ. ഇന്ന് നമ്മൾ ഒരു 5x5 റുബിക്സ് ക്യൂബ് ഈസി ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമ്മളൊരു 3x3 റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ ഫസ്റ്റ് ക്രോസ് ഉണ്ടാക്കും, എന്നിട്ട് 4 കോർണേഴ്സിനെ കൊണ്ട് സെക്കൻഡ് ലെയർ ഉണ്ടാക്കും, ഇവിടെ പ്ലസ് ഉണ്ടാക്കും, എന്നിട്ട് ഇതിൻ്റെ എല്ലാം യെല്ലോ കൊണ്ട് എന്നിട്ട് ഫുൾ ക്യൂബ് സോൾവ് ചെയ്യും. ഇത് ബിഗിനേഴ്സ് മെത്തേഡിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഫസ്റ്റ് പഠിച്ചതിന് ശേഷം മാത്രം 5x4 അല്ല 5x5 4x4 ഈവൻ 7x7 വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ 3x3 പഠിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും ഇങ്ങനത്തെ ബിഗ് ക്യൂബ്സിൽ എല്ലാത്തിലും 3 പാർട്സാണ്: സെൻറ്റർ, എഡ്ജസ് ആൻഡ് ദി ഫുൾ ക്യൂബ്. അപ്പോൾ നമുക്ക് ഈ 2 ക്യൂബുകളെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമ്മളിന്ന് ഈ ക്യൂബ് മാത്രമാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. 4x4 പോലെ തന്നെയാണിതും. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, സെൻറ്റേഴ്സ് സോൾവ് ചെയ്യണം. 4x4 കുറച്ച് ഇതുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഏത് സെൻറ്റർ പീസിലാണെന്ന് അറിയില്ല. പക്ഷെ ഇതിന് നല്ലൊരു കാര്യമുണ്ട്, ഇതിനറിയാൻ പറ്റും നമുക്ക്. ഒരു 3x3 പോലെ ഇതിൻ്റെ സെൻറ്റേഴ്സ് ഒരിക്കലും ചേഞ്ച് ആവില്ല. അപ്പം ഞാൻ നോക്കുമ്പോഴേ ഇവിടെ യെല്ലോ പീസിൻ്റെ അവിടെ 4 കോർണർ പീസസ് ഇവിടുത്തെ സെൻറ്ററിൻ്റെ കോർണർ എടുക്കുന്നുണ്ട്. ഞാൻ അതിന് നമ്മൾ ഈ 2 ഭാഗം കണ്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതിൻ്റെ അടുത്തേക്ക് വരും. ഇനി നമുക്ക് ഇവിടെ ഉണ്ടോ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടാട്ടോ. ഇതിന് താഴത്തേക്ക് ഇരിക്കാം, എന്നിട്ട് നമുക്ക് ഇതിനെ 2നും താഴത്തേക്ക് ഇരിക്കാം, എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇരിക്കുക, ഇതിനെ മുകളിലേക്ക് തിരിക്കുക, ഇതിനെ 2നും മുകളിലേക്ക് ഇരിക്കുക. ഇത് എന്തിനും ഇങ്ങനെ തിരിക്കണമെന്ന് വെച്ചാൽ 7x7 ഒരു ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂട്ടേറ്റേഴ്സ്. അത് ആ സെയിം സാധനം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പേര് കമ്മ്യൂട്ടേറ്റർ തന്നെയാണ്. നിങ്ങൾക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് ചെയ്യാം. കാരണം 5x5 ആവശ്യത്തിന് ഒരു വലിയ പസിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിഗ് ക്യൂബ്സിലേക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ 4x4 5x5 മസ്റ്റ് സ്റ്റഡീസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് കഴിഞ്ഞു. ഒരിക്കലും വേറൊരു കളർ ചെയ്യാൻ പോരുത്. വൈറ്റ് കഴിഞ്ഞാൽ നേരെ യെല്ലോയിലേക്ക് തന്നെ പോകണം. പക്ഷേ ഈ ഒരു സെയിം കോൺസെപ്റ്റ് അല്ല എല്ലാ സെൻറ്റേഴ്സിനും വരുന്നത്. അത് നമുക്ക് യെല്ലോ ചെയ്യാം. എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. യെല്ലോൻ്റെ ഇവിടെ ഒരു കോർണർ പീസ് കിടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ആയിരുന്നു ഒരു എഡ്ജ് പീസ് പോലത്തെ, ഇവിടുത്തെ ഒരു എഡ്ജ് പീസ് പോലത്തെ സാധനം കൂടെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് എന്നെ മാച്ച് ചെയ്യാം. കമ്മ്യൂട്ടേറ്റേഴ്സ് ആൻഡ് ദ റേസ് ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കാം ക്യൂബ്, എന്നിട്ട് ഇതിനെ താഴത്തേക്ക് കൊണ്ടുവരാം. കമ്മ്യൂട്ടേറ്റേഴ്സ് ആൻഡ് ദാറ്റ് ഇസ് ഡൺ. നമ്മുടെ സെൻറ്ററും വൈറ്റ് സെൻറ്ററും പോയിട്ടില്ല. അല്ലെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ സോൾവ് ചെയ്യണം. ഇതിവിടെ ഉണ്ട്, താഴത്തേക്ക് കൊണ്ടുവരാം, ഇങ്ങോട്ട് ഇരിക്കുക, ഇങ്ങോട്ട് കൊണ്ടുപോകുക. അതായത് നമ്മളിപ്പോൾ ബേസിക്കലി എന്താ ചെയ്ത് വെച്ചാൽ വൈറ്റിൻ്റെ ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഇവിടെ ആയിരുന്നു, റൈറ്റ്? ഇത് ഇവിടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, മനസ്സിലായി? നമ്മളിവിടെ എടുത്ത് വെച്ചു, നമ്മൾ ഇതിന് ഇങ്ങോട്ട് മാച്ച് ചെയ്തു, ഇല്ലാത്തൊരു സ്ഥലം വൈറ്റിൻ്റെ അവിടേക്ക് മാച്ച് ചെയ്തു, തിരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഇതാണ് ഈ ലെയറാണല്ലോ നമുക്ക് ചെയ്യാനുള്ളത്. അത് ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. കാരണം ഇവിടുത്തെ ഒന്നും ഇതുവരെ സോൾവ് ആയിട്ടില്ലല്ലോ. ഞാനിതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെങ്ങനെ ചെയ്യാ വെച്ചാൽ ഇതിന് നമ്മൾ ഇവിടെ പിടിക്കാം, ലെഫ്റ്റിൽ പിടിക്കാം, എന്നിട്ട് ഈ സോൾവ് അല്ലാത്ത എണ്ണത്തിൻ്റെ അവിടേക്ക് കൊണ്ടുപോകാം, യൂട്ട് ചെയ്യാം, ഇതിനോട് കൊണ്ടുവരിക. കണ്ടോ, രണ്ടും സോൾവായി. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും യെല്ലോ തന്നെ ചെയ്യണമെന്ന്. പക്ഷേ ഇനി നമ്മൾ ചെയ്യാൻ പോകണില്ല, അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. നമ്മൾ ഇനി ബ്ലൂ ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും ഗ്രീൻ ചെയ്യരുത്. ഒന്നല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് ചെയ്യണം. കാരണം ഗ്രീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ക്യൂബ് സോൾവ് ചെയ്യാൻ പാടായിരിക്കും, നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് കമ്മ്യൂട്ടേറ്റേഴ്സാണ് ഞാൻ ഇതിനൊക്കെ യൂസ് ചെയ്യാം. കമ്മ്യൂട്ടേറ്റേഴ്സ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് വേറെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ബേസിക്കലി കമ്മ്യൂട്ടേറ്റേഴ്സ് ഒരു ഈസി വേ ആയിട്ടാണ് തോന്നാറ്. കാരണം നമുക്ക് വലിയ പണിയൊന്നുമില്ല, എല്ലാത്തിലും ഒരേ അൽഗോരിതം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരേ കോൺസെപ്റ്റാണ്. നിങ്ങൾക്ക് ഇനി വേറെ എല്ലാം എന്താ പറയുക, വേറെ എന്തെങ്കിലും ക്യൂബ് പഠിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ 7x7 റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നും കൂടി നോക്കാം. ഞാൻ ബ്ലൂ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, സെൻറ്റർ. അടുത്ത് നമുക്ക് ഓറഞ്ചിലേക്ക് കിടക്കാം. ഒരിക്കലും ഗ്രീൻ ചെയ്യരുത് ബ്ലൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ബ്ലൂ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചെയ്യാം,
അത് കഴിഞ്ഞാൽ ഒരിക്കലും ഓറഞ്ച് ചെയ്യരുത്, അതാ മാത്രം പ്രശ്നമുള്ളൂ. നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ കമ്മ്യൂട്ടേറ്ററാണ്. ഞാൻ ഒന്ന് സ്പീഡിൽ ചെയ്യട്ടെ കേട്ടോ. ഞാൻ ലാസ്റ്റ് 2 കോർണർ പീസ് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണമെന്ന്. ചിലപ്പോൾ ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും. ഞാൻ ഇവിടെ ചെറുതായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തു. ഇനി ഇവിടെ വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്തു കേട്ടോ. ഇങ്ങനെ ചെയ്തു. കമ്മ്യൂട്ടേറ്റേഴ്സ് 2 ലെയർ കമ്മ്യൂട്ടേറ്ററാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു നമ്മുടെ 4 സെൻറ്റർ പീസസ് ഇപ്പോഴേ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് 2 റെഡി ആക്കാനുള്ളത്. ഇത് നമ്മുടെ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഈ കമ്മ്യൂട്ടേറ്റേഴ്സ് തന്നെയാണ്. ഇങ്ങോട്ട് കൊണ്ടുവരിക. 2 ലെയർ കമ്മ്യൂട്ടേറ്റേഴ്സ്. up only one here, down like this. നിങ്ങൾക്ക് ഇങ്ങനെ കമ്മ്യൂട്ടേറ്റർ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. നമുക്ക് വേറെ രീതിയിലും കമ്മ്യൂട്ടേറ്റർ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞു തരാൻ മറന്നുപോയി. ഇതിനെ താഴെ പിടിക്കുക, ഇതിനെ താഴെ പിടിക്കാം. മുകളിൽ പിടിക്കുക. എന്നിട്ട് ഇതിന് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങോട്ട് പിടിക്കുക, ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങോട്ട് പിടിക്കുക, ഇതിനെ താഴത്തേക്ക് കൊണ്ടുവരിക. ഇതിനെ താഴത്തേക്ക് കൊണ്ടുവരിക. കണ്ടോ, അതും സോൾവ് ആയിട്ടുണ്ട്. നമുക്ക് 2 രീതിയിൽ കമ്മ്യൂട്ടേറ്റർ ചെയ്യാം. ഡൗൺ കമ്മ്യൂട്ടേറ്ററുണ്ട്, അപ്പ് കമ്മ്യൂട്ടേറ്ററുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എഡ്ജ് പീസസ് ആണ്. ഒരു എഡ്ജ് പീസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ലാസ്റ്റത്തെ 2 എഡ്ജ് പീസ് വരെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നില്ല. ഞാൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് പോവാം. ലാസ്റ്റത്തെ 2 ആകുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കങ്ങനെ നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യണ പോലെ വെറുതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ലാസ്റ്റത്തെ 2. അപ്പോൾ നമുക്കത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഈ 2 പെയറാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ മുകളിലേക്കാണ് ടോപ്പ് ചെയ്യേണ്ടത്. മുകളിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ മാച്ച് ചെയ്ത് കൊടുക്കുക. മുകളിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങോട്ട് കൊണ്ടുവരിക. 4x4 സെയിം കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇതിലും. എഡ്ജ് പീസസ് പക്ഷേ കോർണർ എഡ്ജ് പീസസ് പക്ഷേ ലാസ്റ്റത്തെ 2 ലെയറുകളിൽ കുറച്ച് കൺഫ്യൂഷൻ വരും. ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? സോറി, ഇതല്ല കേട്ടോ പീസ് മാറിപ്പോയി തോന്നുന്നു. ഇതല്ല നമുക്ക് വേണ്ടത്. യെല്ലോ വേണ്ട, ഓറഞ്ച് പീസാണ്. അവിടെ യെല്ലോ ആൻഡ് ഓറഞ്ച് അതാ അവിടെ കിടക്കണം. ഇതിനെ കൊണ്ടുവരാം. പക്ഷെ ഇവിടെ മോളിക്കാണ് കൊണ്ടുവരാം. എന്താ ചെയ്യുക? U 3 പ്രാവശ്യം ചെയ്യുക. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 6 ചെയ്യുക. എന്നാലും നമുക്ക് വേണ്ടത് ഇവിടെ അല്ലേ, അത് വേറെ ഇങ്ങനെ തിരിക്കുക. താഴത്തേക്ക് കൊണ്ടുവരിക. കണ്ടോ, ഈസി. നമുക്ക് സോൾവ് അല്ലാത്ത മുകളിൽ വയ്ക്കുക. നമ്മുടെ സാധാ എഡ്ജ് പോലെ ചെയ്യുക. അങ്ങനെ നമുക്ക് ലാസ്റ്റത്തെ 2 എഡ്ജ് വരെ ഞാൻ ചെയ്യാൻ പോവാണ്. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ചെയ്ത് പോവാണ്. നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ സെൻറ്റർ പീസാണ് കേട്ടോ മാച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു നല്ലൊരു ഇതിനെ നോക്കുകയാണ്. ഫ്ലിപ്പഡ് ആണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ചെയ്ത സാധനം തന്നെ ചെയ്താൽ മതി. ഫ്ലിപ്പ് മറ്റേ രീതിയിലായിക്കോളും, നമുക്ക് വേണ്ട രീതിയിലായിക്കോളും. അങ്ങനെയാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷെ പറഞ്ഞപ്പോൾ മാറിപ്പോയിട്ടോ, സോറി. ഇത് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ. ഇനി നമുക്ക് ബാക്കി കുറച്ചും കൂടി ഇല്ലേ, അതും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ 5x5 പഠിക്കണമെന്നുണ്ടെങ്കിൽ 4x4 പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറയും. പക്ഷെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് 3x3യുടെ സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ കോർണറും എഡ്ജ് പീസും അതിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. പക്ഷേ 5x5 മുൻപ് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിളിൻ്റെ ഇപ്പോൾ 7x7 പഠിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ താഴത്തെ സാധനമായ 6x6 പഠിക്കണില്ല എന്ന് വിചാരിക്കേ. അപ്പോൾ എന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. മാച്ച് അപ്പ് ഡൗൺ. നമുക്ക് അടുത്തൊരു ഇത് കണ്ടുപിടിക്കാൻ ചെയ്യാം കേട്ടോ. ഞങ്ങൾക്ക് കുറച്ചെണ്ണം കൂടി ഉണ്ട്. ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ സ്പെഷ്യലായിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. 3x3 അഡ്വാൻസ്ഡ് മെത്തേഡ് CFOP ആണ് കേട്ടോ. അതിൻ്റെ PLLും OLLും ഒക്കെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അത്. അതിന് പിന്നെ ഫിംഗേഴ്സിൻ്റെ അലൈൻമെൻറ്റ്സ് നോക്കണം. കാരണം നമ്മൾ ചെയ്യുന്നതേ
കറക്റ്റ് ആവണ്ടേ? അതായത് ഇപ്പം നിങ്ങൾ 6 എങ്ങനെ ചെയ്യേണ്ടത്? ഈ ഫിംഗർ കൊണ്ടല്ല 6 ചെയ്യേണ്ടത്. സോറി ഈ ഫിംഗർ കൊണ്ടല്ലേ നമ്മൾ 6 ചെയ്യുക. ഈ ഫിംഗർ കൊണ്ട് ഇങ്ങനെയല്ലേ നമ്മൾ 6 ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുക. നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ചെയ്യും. അങ്ങനെ പാടില്ല, ഇങ്ങനെ വേണം ചെയ്യാം. ചെറുതായിട്ട് അല്ല, ഇങ്ങനെയൊന്നും കൊടുക്കരുത് എന്ന്. നിങ്ങളങ്ങനെ ചെയ്യണില്ല എന്നൊക്കെയറിയാം, പക്ഷേ ചിലവർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ റുബിക്സ് ക്യൂബിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റിൻ്റെ താഴെ വേണമെങ്കിൽ ആക്കിയെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അതിന് വേറെ കുറേ ഡിഫിക്കൽട്ട് മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ബിഗിനർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് നന്നായിട്ട് 5 മിനിറ്റ് അല്ല 3 മിനിറ്റ്സ് വേണമെങ്കിൽ നമ്മൾക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് 4 കൂടിയാണുള്ളത്. നമുക്ക് അതും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, മുകളിൽ എപ്പോഴും ഒരു എംടി ഇത് വേണം. നമുക്ക് 2 എണ്ണം അല്ലാണ്ട് ബാക്കിയൊക്കെ ചെയ്യുമ്പോൾ 2 ഒരു ഇത് വേണം നമുക്ക് മുകളിൽ എപ്പോഴും. ഇതാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഇതന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തതിലും അതായത് ഇതിവിടെ വന്നു, നമുക്ക് ഇതന്നെ ചെയ്യണം. അപ്പോൾ ഈസി പണി. ഈസി കണ്ടാ. ഇതൊക്കെ ഇതാണ് നല്ല കാര്യം. ഇതിങ്ങനെ വരും. 3 കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റത്തെ 2 പെയറായി. ലാസ്റ്റത്തെ 2 പെയർ ഫസ്റ്റൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. എനിക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ലാസ്റ്റത്തെ 2 പെയേഴ്സ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ളതും ലാസ്റ്റത്തെ 2 പെയേഴ്സാണ് എനിക്ക്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് എന്തായാലും ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ തന്നെ പോവും. അങ്ങനെയല്ല, മറ്റേ രീതിയിൽ വെച്ചിട്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വയ്ക്കുക. ഇവിടെ പോകേണ്ട സാധനത്തിന് ഇവിടെയല്ല നമ്മൾ സാധാരണ വയ്ക്കുക. ഇപ്പോൾ ഇവിടെ വയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഇരിക്കുന്ന സാധനത്തിന് അതിൻ്റെ ഇതായിട്ട് മാച്ച് ചെയ്യാം. എന്നിട്ട് ഈ ഇക്വേഷൻ ചെയ്യുക. നമ്മൾ മൂവി തന്നെ ബാക്ക് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു പാരഡി വരും, എഡ്ജ് പാരഡി വരും. അപ്പം നമുക്ക് ഇതിനെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈസിയാണ് കേട്ടോ. RRU2 X RRU2 RRU2 RR ഇൻവേഴ്സ് U2 LL ഇൻവേഴ്സ് U2. ഇത് 3 U2 RRU2 RR ഇൻവേഴ്സ് U2 RR ഇൻവേഴ്സ്. നമ്മുടെ പാരഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഇതിൽ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് C4 ആണ്. C4 അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് C4 ഉപയോഗിച്ചാൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആവും. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ടൈം കമ്പയർ ചെയ്തിട്ടോ. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഒന്നും ആരും ഫാസ്റ്റ് ആവില്ല. ഞാൻ 3x3 പഠിച്ചിട്ടുള്ളവരല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇത് വലിയ കയറ്റി കാണിക്കുക. C4 അറിയില്ലെങ്കിൽ ഫസ്റ്റ് ക്രോസ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഇതുണ്ടാക്കും. അതായത് ഫസ്റ്റ് വൈറ്റ് കോർണറും സെക്കൻഡ് ലെയറും ഒരുമിച്ചിട്ടാണ് ആക്കുക. അപ്പോൾ അത് ഈസിയാണ് കാണുമ്പോൾ. ചെയ്യാൻ കുറച്ച് മറ്റേ ബിഗിനേഴ്സ് മെത്തേഡിനെ കാട്ടി പാടാണ്. അതേപോലെ എനിക്ക് ഡൗട്ട് അടിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ബിഗിനേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര ഫാസ്റ്റ് ആകാൻ പറ്റും? എനിക്കൊരു ഇത് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അണ്ടർ 1.5 മിനിറ്റ് ആക്കാൻ പറ്റും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ബിഗിനേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് 1.5 മിനിറ്റ് ഒന്നും ആയിരുന്നില്ല. എന്നാലും ഒരു 4 നല്ല ടൈമിനായിരുന്നു. ഇത് ഫിഷ് വന്നിട്ടുണ്ട്. ഫിഷെന്ന് ഞാൻ വിളിക്കുന്നത് കേട്ടോ. എന്നെ വേറെ എന്തോ 4 എഡ്ജ് ഓറിയൻറ്റഡ് എന്നാണ് ഇതിനെ പറയുക. ഞാൻ എന്നെ ഫിഷ് എന്താ പറയുക. ഇത് ബാക്കിലൊന്ന് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മുടെ UB പെർമ തോന്നുന്നുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ചെയ്യാം. RU പ്രൈം RU പ്രൈം U പ്രൈം R2. അങ്ങനെ നമ്മുടെ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ഒക്കെ എടുത്തു. ഇതിപ്പോൾ നമുക്ക് സ്പീഡായിട്ട് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു.